ആടുകളും അണികളും പിന്നെ ഒരു മൂട്ടക്കഥയും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂട്ടക്കഥയാണ്. ശരിക്കു പറഞ്ഞാൽ രണ്ട് മൂട്ടകളുടെ കഥ. ഒന്നിൻ്റെ പേര് മതം, മറ്റൊന്നിൻ്റെ പേര് രാഷ്ട്രീയം. ചരിത്രത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ മുതൽ ഇരട്ടകളെപ്പോലെയാണ് രണ്ടുപേരുടെയും നടപ്പ്. മതമൂട്ട ആടുകളെ പറ്റിച്ച് ജീവിക്കുന്നു, രാഷ്ട്രീയ മൂട്ട അണികളെ പറ്റിച്ച് ജീവിക്കുന്നു. രണ്ടു കൂട്ടരും ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാര്യത്തിലേ വ്യത്യാസമുള്ളൂ. ഒരു കൂട്ടർ വിശ്വാസികളെന്നും മറ്റവർ അണികളെന്നും. രണ്ടും വഴിയിൽ കണ്ടുമുട്ടിയാൽ നമ്മുടെ സംസ്ഥാന ഗവർണറും സംസ്ഥാന മുഖ്യനും കണ്ടുമുട്ടിയതുപോലെ ഇരിക്കും. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും കാണിക്കില്ല. മുഖം മുറുക്കി പിടിച്ചിരിക്കും. വാതുറന്നാലോ കട്ടക്കലിപ്പ്. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള അന്തർധാര സജീവം. രഹസ്യമായി പുറം ചൊറിഞ്ഞു കൊടുക്കും, കെട്ടിപ്പിടിക്കും, കൈയയച്ച് സഹായിക്കും. അതൊക്കെ പക്ഷേ അവിഹിതം പോലെ രഹസ്യമാണ് കേട്ടോ. ശരിക്കു പറഞ്ഞാൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നാട്ടിൽ ജനാധിപത്യം എന്ന തമാശ നിലനിൽക്കുന്നത് തന്നെ. എത്രയൊക്കെ മതേതരത്വം പറഞ്ഞാലും ഏത് സാധാരണക്കാരൻ്റെ മനസ്സിലും ഇത്തിരി മറ്റേത് കിടപ്പുണ്ടാവും. ഏത്? അത് തന്നെ, ജാതി സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതും ഇടയ്ക്കിടയ്ക്ക് പെട്രോളോ മണ്ണെണ്ണയോ ഒഴിച്ച് ആളി കത്തിച്ചു കൊടുക്കുന്നതും കഥയിലെ മൂത്ത പിള്ളയാണ്, അതായത് മതം. ആദ്യം ദൈവമുണ്ടായോ അതോ മതമുണ്ടായോ എന്ന കൊണഷ്ട ചോദ്യമൊന്നും ഇടയ്ക്ക് കയറി ആരും ചോദിക്കരുത്. ഈ മൂട്ടക്കഥയിൽ മുൻവിധികൾ അനുവദിക്കുന്നതല്ല കൊണഷ്ട ചോദ്യങ്ങളും. ഈ രണ്ടിലൊന്നിൽ വിശ്വസിക്കാതെയും കീഴ്പ്പെടാതെയും മനസമാധാനത്തോടെ ഈ നാട്ടിൽ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. ഒരുത്തൻ്റെ രാഷ്ട്രീയം പിന്നീടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെങ്കിലും മതം അങ്ങനെയല്ല. അത് ജനിക്കുമ്പോഴേ ഉണ്ട്. അപ്പനും അമ്മയും ഏത് മതവും ജാതിയുമാണോ ഓട്ടോമാറ്റിക്കലി അനന്തരതലമുറയും അതേ ഗ്രൂപ്പിൽ തന്നെ പെടും. തോന്നിയതുപോലെ ചൂസ് ചെയ്യുവാൻ മാറ്റുവാൻ പറ്റുന്നതല്ല അതെന്നർത്ഥം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീ നീചന്മാർ കയ്യിൽ 10 പുത്തനായി കഴിഞ്ഞപ്പോൾ എന്നേ അമ്പോറ്റിയാകുമായിരുന്നു. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരുത്തൻ ഈ നാട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? നോട്ട എന്നൊരു ഓപ്ഷനൊക്കെ പിൽക്കാലത്ത് വന്നെങ്കിലും ആ നപുംസകത്തിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലല്ലോ, പാവം. എത്ര വോട്ട് കിട്ടിയാലും ശ്രീമാൻ നോട്ടയ്ക്ക് ജാതകവശാൽ ഭരണയോഗമില്ല. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിനാണെങ്കിലും മതത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ശ്വാസമെടുക്കാൻ പോലും ഇന്ന് പറ്റില്ല. സ്ഥാനാർത്ഥിയാകാനും ഭരണത്തിൽ കയറുവാനും ഭരണത്തിൽ നിൽക്കുവാനും എന്തിന് ഭരണം നിലനിർത്താനുമൊക്കെ മതമെന്ന മൂട്ടയുടെ സപ്പോർട്ട് മസ്റ്റാണ്. ഈ മതത്തിനെയും രാഷ്ട്രീയത്തെയും ഉപദേശിച്ച് നന്നാക്കാമെന്നോ വിമർശിച്ച് വഴിക്കിലാക്കാമെന്നോ ഉപദ്രവിച്ച് ശരിപ്പെടുത്താമെന്നോ ആരും വിചാരിച്ചു കളയരുത്. വിമർശിക്കുന്നവരെയും ഉപദ്രവിക്കുവാൻ നോക്കുന്നവരെയും ഒക്കെ പാഠം പഠിപ്പിക്കുവാൻ രണ്ടിനും സ്വന്തം ടൂൾസ് ഉണ്ട്. മതത്തിനോടാണ് കളിയെങ്കിൽ ഇങ്ങോട്ട് വന്ന് തോണ്ടുന്നവരെ വിചാരണ ചെയ്യുവാൻ പണ്ടേ മതകോടതികളുണ്ട്. അവിടുത്തെ ശിക്ഷാവിധികൾ രസമുള്ളതാണ്. പണ്ടത്തെ ശിക്ഷാവിധികളായിരുന്നു ശിക്ഷാവിധികൾ. മതവിദ്വേഷികളെ എണ്ണയിലിട്ട് വറുത്തുകോരുക, തൊലിചെത്തി മസാല പുരട്ടുക, തീക്കുണ്ടത്തിന് മുകളിൽ തലകീഴായി കെട്ടിത്തൂക്കുക, കാലുകൾ പിടിച്ച് രണ്ടു വശത്തേക്കും വലിച്ചു കീറുക തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങളാണ് അവിടെ നിറയെ. രാഷ്ട്രീയത്തിലാണെങ്കിൽ പിന്നെ വിചാരണയൊന്നുമില്ല. സഡൻ ആക്ഷനാണ്. 1, 2, 3. ഒന്നുകിൽ വെട്ടിക്കൊല്ലുക, അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക. രണ്ടും പറ്റിയില്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലുക. ശുഭം. മതങ്ങളുടെ നിലനിൽപ്പ് തന്നെ അനുയായികളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണ്. അതുകൊണ്ട് ദൈവത്തെയും സാത്താനെയും കുറിച്ചുള്ള വിചാരം വിശ്വാസികളിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഈ പേടി പോയാൽ പോയി. വിശ്വാസികൾ പോടാവില്ലേ എന്ന് പറഞ്ഞു പോകും. മനുഷ്യരെ പാപികളായി നിലനിർത്തേണ്ടുന്നതും പാപചിന്ത വളർത്തേണ്ടുന്നതും മതങ്ങളുടെ മസ്റ്റ് അജണ്ടയായിരിക്കും. കമ്മ്യൂണിസം വളരുവാൻ ദാരിദ്ര്യം നിലനിർത്തുന്നത് പോലെ. കാരണം പാപം ചെയ്യുന്നവനല്ലേ ദൈവത്തെ പേടിക്കേണ്ടതുള്ളൂ. ദൈവത്തിനെ പേടിയുള്ളവർക്കല്ലേ മതത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്ത് പ്രശ്നം പറഞ്ഞാലും അതെല്ലാം സാത്താൻ്റെ പണിയാണെന്ന് മതം പറയും. പ്രതിപക്ഷത്തിൻ്റെ കുഴപ്പമാണെന്ന് രാഷ്ട്രീയക്കാരനും പറയും. രണ്ടു കൂട്ടർക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ: ദൈവത്തിൽ ആശ്രയിക്കുക, അല്ലെങ്കിൽ പാർട്ടിയിൽ ആശ്രയിക്കുക. ആ പിടിവിട്ടാൽ പിന്നെ തീർന്നു. സാത്താൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ പ്രതിപക്ഷം കൊണ്ടുപോകും. മതത്തിൻ്റെ ആചാരക്രമങ്ങൾ നിലനിർത്തുന്നതൊക്കെ പരമ കോമഡിയായ പരുവത്തിലാണ്. നഗ്നസന്യാസിമാരുടെ ലിംഗത്തിൽ തൊട്ട് വന്നിക്കുന്നത് തൊട്ട് മാങ്ങാണ്ടിയിൽ മണികെട്ടിയടിക്കുന്നത് വരെയുള്ള പ്രാകൃത പരിപാടികളുണ്ട് വടക്കൻ സംസ്ഥാനങ്ങളിൽ. പക്ഷേ നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾക്ക് അത്ര
പ്രാകൃത സ്വഭാവമില്ലെങ്കിലും നാടിനെ നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന പല പരിപാടികളുമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഇമാതിരി പ്രാകൃതമായ ആചാര ആഭാസങ്ങളുടെ കാര്യത്തിൽ മതപരമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അക്കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്, ഒന്നിനൊന്ന് മെച്ചം. രാഷ്ട്രീയവും ഈ കണക്കൊക്കെ തന്നെയാണ്. അണികളെ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തേണ്ടുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പ്രലോഭിപ്പിച്ചും പേടിപ്പിച്ചുമൊക്കെ അണികൾ പാർട്ടി വിടാതെ നോക്കണം. പാർട്ടി വിടുന്നവനെ വർഗശത്രുവും കുലംകുത്തിയുമായി പ്രഖ്യാപിച്ച ശിക്ഷ നടപ്പാക്കണം. ജനങ്ങൾ കാലാകാലങ്ങളിൽ ഓർത്ത് വിരളുന്ന തരത്തിൽ കൊലകൾ നടപ്പാക്കണം. ഇസങ്ങളുടെ ചങ്ങലയിലല്ലാതെ ഒരു രാഷ്ട്രീയവുമില്ല. വർഗസമരത്തിൻ്റെ കാലത്ത് ഉടലെടുത്തതാണ് കമ്മ്യൂണിസവും. കോൺഗ്രസ് എന്ന സംഘടന ഉണ്ടായപ്പോഴാകട്ടെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. അത് നേടിക്കഴിഞ്ഞപ്പോഴേ ഈ പരിപാടി പിരിച്ചുവിടണമെന്ന് അന്നേ ഗാന്ധിജി പറഞ്ഞതാണ്. പക്ഷേ ആരും കേട്ടില്ല. വർഗസമരം പോയിട്ട് പിന്നീട് ബൂർഷ്വാസികളുടെ ഭരണമായി. ഇപ്പോൾ മുതലാളിമാരായി മാറിയ തൊഴിലാളി വർഗ്ഗങ്ങൾ തമ്മിലാണ് ഇപ്പോൾ യഥാർത്ഥ സമരം. ക്വിറ്റ് ഇന്ത്യ എന്ന് മുദ്രാവാക്യം വിളിച്ച് സായിപ്പിനെ കെട്ടുകെട്ടിച്ച് സ്വാതന്ത്ര്യം നേടി നമ്മളിപ്പോൾ സായിപ്പിൻ്റെ നാട്ടിലേക്ക് ഒരു വിസ കിട്ടാൻ എന്ത് വേലത്തരവും കാണിക്കും. അവിടെ പോയി അവൻ്റെ എന്ത് പണിയും ചെയ്യും. സ്വന്തം നാട്ടിൽ അന്തസ്സോടെയും മനസ്സമാധാനത്തോടെയും ദാരിദ്ര്യമില്ലാതെയും ജീവിക്കുവാൻ ഒരു ഇസക്കാരനും ഒരു വഴിയും കാണിച്ചു തരാനില്ല. എന്നാൽ അത്തരം ജനകീയ ഭരണത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു മാതൃക പക്ഷേ കേരളത്തിനുണ്ട്. കിഴക്കമ്പലം മോഡൽ. രാഷ്ട്രീയവും അഴിമതിയും വർഗീയതയുമില്ലാതെ ഓരോരുത്തർക്കും സ്വന്തം വിശ്വാസത്തിൽ സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുവാനും സ്വാതന്ത്ര്യത്തോടെയും അഭിമാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കുവാനും കഴിയുന്നൊരു ആധുനിക മാതൃക. അതാകട്ടെ കേരളത്തിൻ്റെ വരുംകാല ഭരണ മാതൃക. ആ മാറ്റത്തിന് കേരളമൊരുക്കമാണ്. ആ മാറ്റം സൃഷ്ടിക്കുവാൻ 2020 സജ്ജവുമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.